പേരാമ്പ്രയിൽ അന്ന് നടന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ആസൂത്രിതമായ ഒരു അക്രമമെന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ലാത്തിചാർജിലേക്ക് പോയില്ല എന്ന് SP തന്നെ പറയുന്നു. മാത്രമല്ല അവിടെ സംഘർഷത്തിന്റെ ഘട്ടം ഉണ്ടായതില്ല. അതേസമയം പോലീസ് ആസൂത്രിതമായി പോലീസിൽ ചില ആൾക്കാർ തന്നെ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഗ്രനേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പല ഭാഗത്തു നിന്നായി അടിക്കുന്നതാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഷാഫി ഉന്നയിക്കുന്ന ഒരു ആരോപണം അതാണ്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു അടി അടിക്കുന്നു, പിന്നെ വീണ്ടും മാറി വന്ന് അടിക്കുന്നു. 3 അടി അടിച്ചതും ഒരേ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ വടകര കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറഞ്ഞ CA ആണ് ഈ ഉദ്യോഗസ്ഥന് മനസ്സിലായി. ആ സമയത്ത് തന്നെ താൻ ആ ഉദ്യോഗസ്ഥനല്ലേ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുറകിലാണ് നിൽക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അത് വ്യക്തമായി 3 തവണ അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആ ഒരു സ്ലോ മോഷനിലൊക്കെ തന്നെ ചെയ്തിപ്പോൾ അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിനൊപ്പം തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ അഭിലാഷ് ഡേവിഡ് നിലവിൽ സസ്പെൻഷനിലായിരുന്നു. അതേസമയം തന്നെ പുറത്തുവിട്ടു എന്ന് വാർത്ത പുറത്തുവിട്ടായി അല്ലെങ്കിൽ പുറത്താക്കി പോലീസിൽ നിന്ന് മാഫിയ ബന്ധത്തിന് പേരിൽ പുറത്താക്കിയ ആളാണെന്ന് വാർത്ത വന്ന ആളാണ്. പക്ഷേ അതേസമയം പുറത്താക്കിയ സംബന്ധിച്ചുള്ള ഉത്തരവൊന്നും ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. പക്ഷേ സസ്പെൻഷനിലാണെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതായത് മാഫിയ ബന്ധത്തിന് പേരിൽ സസ്പെൻഷനായ ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് CPM ബന്ധം, നേരത്തെ SFI ബന്ധം ഉണ്ടായിരുന്നു. അവിടെ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിലെ അല്ല, സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് അത് രാഷ്ട്രീയ താല്പര്യം കാരണം വീണ്ടും തിരിച്ചു വരികയും അങ്ങനെ CPMന്റെ ഗുണ്ടയായി പ്രവർത്തിക്കുന്ന ഒരു അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ മാറി അടിച്ചതെന്ന് ആണ് പറയുന്നത്. അതായത് ഒന്ന് ആ പോലീസ് അക്രമം ആസൂത്രിതമായിരുന്നു, ഒരു ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അടിച്ചതെന്നാണ് രണ്ടാമത്തെ കാര്യം. അവിടെ സ്ഫോടക വസ്തു UDFന്റെ ഭാഗത്ത് നിന്ന് എറിഞ്ഞുള്ള ആരോപണത്തെ തള്ളുന്നുണ്ട്. പകരം അവിടെ ഗ്രനേഡ് പൊട്ടിയത് പോലീസുകാർ ഗ്രനേഡ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ DYSP ഹരിദാസ് ലാത്തി പ്രയോഗം നടത്തിയതിനിടയിൽ അത് വീഴുന്ന് പൊട്ടിയതായിരിക്കുമെന്ന് അയാളുടെ കൈയിന്റെ വിഷ്വലും അതോടൊപ്പം തന്നെ ആ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അടിക്കുന്ന വിഷ്വൽസും കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് പോലീസിന്റെ വീഴ്ച കൊണ്ടാണ് അവിടെ ഗ്രനേഡ് പൊട്ടി അവിടെ പരിക്കുണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും UDFുകാർ അവിടെ ഈ ഒരു സ്ഫോടക വസ്തു എറിയോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ല എന്ന് പറയുന്നു. മാത്രമല്ല ആ പ്രതിഷേധത്തിൽ 700ഓളം പോലെ UDF പ്രവർത്തകരെ നിയന്ത്രിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അതിനപ്പുറത്ത് ആയുധങ്ങളുമായി ഉണ്ടായിരുന്ന CPMമാരെ മാറ്റാൻ ശ്രമിച്ചില്ല. ആ അർത്ഥത്തിൽ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം അതിന് തലേദിവസങ്ങളിലൊക്കെ തന്നെയും പോലീസ് UDF പ്രവർത്തകരോട് വളരെ ആക്രമണ രീതിയിലാണ് സമീപിച്ചത്. അതേസമയം CPM പ്രവർത്തകർക്ക് പ്രതിഷേധ പോരാട്ടം നടത്താനും മറ്റുമൊക്കെ അവസരം നൽകുകയും ചെയ്തു. മാത്രമല്ല ഈ തന്റെ പരിക്കിനെ കുറിച്ചുള്ള CPM ആരോപണങ്ങളെയും അദ്ദേഹം പരിഹസിച്ച് തള്ളി. താൻ ആശുപത്രിയിൽ പോയതിനെ കുറിച്ചും അല്ലെങ്കിൽ ആ സമയത്ത് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ തികച്ചും പരിഹാസപരമായിട്ടാണ് CPM പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറക്കുന്നതിന് വേണ്ടി പോലീസ് ആസൂത്രിതമായി ഒരു അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്ന് സ്ഥാപിക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിലൂടെ ഷാഫി പറമ്പിൽ ചെയ്തത്. ശരി.